പ്രൗഢഗംഭീരമായ സദസ്സ് നിറഞ്ഞ കയ്യടികളോടെയാണ് ഗുലാം അലിയെയും സംഘത്തെയും സ്വീകരിച്ചത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണനും ഗുലാം അലിക്ക് കേരളത്തിന്റെ ഉപഹാരം സമ്മാനിച്ചു. പ്രഥമ സ്വർലയ ലെജൻഡറി പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിച്ചു. വിശാലമായി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ് കേരളീയരെന്ന് ആദ്യം സംസാരിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. കേരളം ഇന്നും വിശാലമായി ചിന്തിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള പ്രതിഭകളെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രങ്ങളുടെ അതിര് അപ്രസക്തമാക്കുകയാണ് ഗുലാം അലിയെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. വിഷം പുരട്ടിയ മനസ്സും ചിന്തകളുമായി നടക്കുന്ന സംഘപരിവാർ ശക്തികൾ അദ്ദേഹത്തിന്റെ വരവിന് നേരെ വാളോങ്ങുമ്പോൾ ശ്രമിച്ചത് നമ്മുടെ നാടിന് നാണക്കേടായി. ഹിന്ദിയിൽ രമേശ് ചെന്നിത്തലയും ഗുലാം അലിക്ക് സ്വാഗതമേകി. धर्मनिरपेक्षता की मुद्दा को आगे लगा के आज हमें केरल वासियों के तरफ से मैं आपको स्वागत करता हूं. ഒടുവിൽ ഏവരും കാത്തിരുന്ന ആ ശബ്ദം. 55 साल की एज जो है म्यूजिक की, मेरी म्यूजिक लाइफ जो है स्टेज की, तो उसमें मैं ये कहूँगा कि ये आज का जो दिन है ये भी बहुत ज़्यादा इम्पोर्टेंट. जितने प्यार से आप जहाँ भी आप बैठे हैं, मुझे नज़र आ रहा है कि आप सब मेरे अवार्ड हैं, मैं आपका अवार्ड हूँ. കോലം കത്തിച്ച് പ്രതിഷേധിച്ച 12ഓളം ശിവസേന പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. നാളെ തിരുവനന്തപുരം നിശാഗന്ധിയിൽ ഗുലാം അലിയുടെ ഗസൽ സന്ധ്യ അരങ്ങേറും. മീഡിയ 1 തിരുവനന്തപുരം.